കുറ്റം പറയാം. ഓ വലിയ കാര്യായിപ്പോയി. തീറ്റി പോണ്ടായ ലിങ്കു എന്നെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ കവറ് നക്കി തുടക്കണ്ട. എടി പിങ്കു, ആ കവറിന് തന്നെ. എടി ആ കവറെങ്കിലും ഒന്ന് താ. എന്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലൊക്കെയുണ്ട്. അത് നടന്നു കിട്ടിയ കാര്യം. ഇതിനായിരുന്നു നീ പപ്പമൊക്കെ നിന്ന് എവിടെയല്ലോ. ഇനി നീ ഇങ്ങനെ നടന്നാ മതി. അതെ, വീട്ടിലെ ഒരു സാധനം മേടിച്ചാൽ അത് എല്ലാവർക്കും കൂടിയാ. ഓർക്കണം നീ. വിചാരിച്ചതുപോലെ കവറിടാൻ പറ്റിയില്ല. എന്തുവാ ഇവിടെ രണ്ടുപേരും കൂടെ പ്ലാസ്റ്റിക് കവറിട്ട് കളിക്കുന്നത്? ആ കവറൊക്കെ കടിച്ചേറി ഇവിടെ കാണാൻ ഇട്ടാല. അമ്മച്ചി, ഈ മിൽക്ക് ചേച്ചി ഉണ്ടല്ലോ, ഈ കവർ എന്റെ മുഖത്തിട്ടിട്ട് എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി. എന്നിട്ട് പിന്നെന്തൊക്കെ ചെയ്ത്? ശരിക്കും അമ്മച്ചി, ഇതുപോലെ ഇതുപോലെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി എന്നെ. ആ പ്ലാസ്റ്റിക് കവർ അവിടെ അങ്ങനെ കടിച്ചു മുറിച്ചിട്ട് നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടാ. ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. മിക്ക ചേച്ചി എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. അതും വേറെ ഒരു പാപത്തിന്റെ പേരില്. പക്ഷെ അത് തെളിയിക്കാൻ എന്റെ തെളിവൊന്നുമില്ല. പറഞ്ഞ പോലെ ഈ കവറിലെ പാപം പൊട്ടിച്ചല്ലായിരുന്നല്ലോ. ഇതാരാ പൊട്ടിച്ചത്? ആർക്കും തന്നില്ല, എനിക്കും തന്നില്ല. എന്തിന്? അല്ല അമ്മച്ചി, പാപ്പം പൊട്ടിക്കാൻ പോവാന്ന് പറയുന്നേട്ട് പിങ്കുമക്കളുടെ പാപ്പം ഇടാനാ പാത്രം. എടി ദുഷ്ടേ, ഇവിടെ ഇരുന്ന പാപ്പം മൊത്തം നീ തിന്നു തീർത്തിട്ട് ഇനി എവിടെയാടി പാപ്പം ഇരിക്കുന്നത്? നിന്നോട് ആര് പറഞ്ഞിട്ട് പാപ്പം പൊട്ടിക്കാൻ? എടി നിക്കടി അവിടെ. പിങ്കു നിക്കാന്. നിന്നെ പേടിച്ച് ഞാൻ ഇനി എവിടെ കൊണ്ട് വെക്കണം പിങ്കു സാധനങ്ങള്? നിനക്ക് എത്താത്തൊരിടത്തല്ലേ ഞാൻ ആ പാപ്പം കൊണ്ടുവച്ചേ. നീ അതെങ്ങനെ എടുത്ത്? അടുത്ത പാപ്പക്കവർ കാണാൻ എങ്ങനെ എടുത്ത് കളയുന്നത്? പിങ്കുമല കാട്ടാണ് ഈ കാടവാടക്കുന്നു. അഷ്ടപ്രതിമയോ? അതെന്താ സാധനം? അതായത് ഒന്നും അനങ്ങാനും മിണ്ടാനോ പറ്റാത്ത അവസ്ഥ. രണ്ടാമത്തെ പാപ്പ ഒന്നില്ലാന്ന് പറഞ്ഞപ്പോ അമ്മച്ചിയുടെ കിള്ളി പോയി നിൽക്കുന്ന നിപ്പാണ് ഈ കാണുന്നത്. ഇനി എന്തോ ചെയ്യും നമ്മള്? ആദ്യം ഇച്ചിരി വെള്ളം കൊണ്ടൊന്ന് മുഖത്ത് തളിച്ചാൽ മതി.